നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു സംസ്ഥാനം ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനലുമായി നടത്തിയ ഒരു സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും അതുതന്നെയാണ്. കാരണം ആന്ധ്രാപ്രദേശ് തന്നെയാണ് ആ സംസ്ഥാനം. ആന്ധ്രാപ്രദേശിൽ മുൻപ് അതായത് 2019 ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് വൈ.എസ്.ആർ കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ വൈ.എസ്.ആർ കോൺഗ്രസ് 2019 ബി.ജെ.പിയുടെ ഒപ്പം തന്നെയായിരുന്നു. എൻ.ഡി.എയുടെ ഘടകകക്ഷി അല്ല എങ്കിലും എൻ.ഡി.എയുടെ ഘടകകക്ഷിയെ പോലെ പെരുമാറുന്ന ചില പാർട്ടികൾ കൂടി ബി.ജെ.പിക്കുണ്ട്. അതിൽ ഒന്ന് വൈ.എസ്.ആർ കോൺഗ്രസ് ആണ്, മറ്റൊന്ന് ബിജു ജനതാദളാണ്. അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അവരുടെ സീറ്റ് കൂടി ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി തന്നെ കൂട്ടണം. അവർ തന്നെ 35 ഉണ്ട് എന്ന് പറയുന്നത്. ഏതായാലും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് വലിയ ടെൻഷനുകളൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണ ബി.ജെ.പിയെ സംബന്ധിച്ച് അവിടെ സീറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്തവണ സീറ്റ് ലഭിക്കുമെന്ന് അവർ കരുതുന്നു. കാരണം ടി.ഡി.പിയും ജനസേനയുമായി ചേർന്നിട്ടാണ് ബി.ജെ.പി മത്സരിക്കുന്നത്. ഇനി സീറ്റ് അല്പം കുറഞ്ഞാൽ പോലും വൈ.എസ്.ആർ കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റ് പിടിച്ചാലും ബി.ജെ.പിക്ക് ടെൻഷനില്ല. കാരണം വൈ.എസ്.ആർ കോൺഗ്രസും ബി.ജെ.പിയുടെ പിന്തുണ നൽകിക്കൊണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ആന്ധ്രയിൽ നടക്കുന്ന 25 സീറ്റുകളിലേക്കുള്ള മത്സരം, അതായത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ആര് ജയിച്ചാലും ബി.ജെ.പിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന് ബി.ജെ.പി കരുതുന്നു. ഇതിനിടെ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നു. കാരണം കോൺഗ്രസിനും കഴിഞ്ഞ തവണ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും, വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതല്ലാതെ സീറ്റ് നേടുന്നതിനെക്കുറിച്ച് അവരോ മറ്റ് സർവേകളോ പറയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആന്ധ്രയിൽ 25 ബി.ജെ.പിക്ക് ഒപ്പം ഉണ്ടാകുമെന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.